കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രതിയുടെ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് കുറ്റപത്രത്തിൽ കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിലാണ് വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീര വിജയകുമാറിനെയും കൊന്ന കേസിൽ അസംകാരനായ അമിത് ഉറാങ്ങാണ് പ്രതി. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ, കോട്ടയത്തെ ഏറെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. സംസ്ഥാനമാകെ വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്? 2-ാം തീയതിയാണ് കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ട കൊലപാതകം നടക്കുന്നത്. കോട്ടയത്തെ പ്രമുഖ വ്യവസായിയായിട്ടുള്ള വിജയകുമാറിന്റെയും ഭാര്യ മീര വിജയകുമാറിന്റെയും മരണമായിരുന്നു. ഇതിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ കോട്ടയം വെസ്റ്റ് പോലീസ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ തന്നെ മുൻ ജീവനക്കാരനായിരുന്ന അമിത് ഉറാൻ എന്ന് പറയുന്ന ആസാം സ്വദേശിയായിരുന്നു ഈ കേസിൽ പ്രതി. ഇയാളുടെ മുൻ വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. കേസിൽ ഈ സംഭവം നടന്ന് 74 ദിവസങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം തയ്യാറാക്കി പോലീസ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കോട്ടയം മജിസ്ട്രേറ്റ് കോടതിയിലാണ് കോട്ടയം വെസ്റ്റ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 750 പേജുകളോളമുള്ള കുറ്റപത്രമാണ് കേസിൽ സമർപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല 49ഓളം ഡോക്യുമെന്റുകളും 67ഓളം സാക്ഷിമൊഴികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കുറ്റപത്രം ഇപ്പോൾ പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കൊലപാതകത്തിന് കാരണം ഇവരോട് ഉണ്ടായിരുന്ന ഈ വിജയകുമാറിനോടും മീരയോടും ഉണ്ടായിരുന്ന മുൻ വൈരാഗ്യം തന്നെയാണ് എന്നുള്ളതാണ് പ്രധാന കണ്ടെത്തൽ. മാത്രമല്ല ഈ പ്രതി കൊല ചെയ്യാനായിട്ട് വരുന്ന CCTV ദൃശ്യങ്ങളും കൊല ചെയ്തതിന് ശേഷം മടങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളുമൊക്കെ കണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം ആ വീട്ടിലെ CCTVയുടെ DVRും ഈ പ്രതി അതും എടുത്തുകൊണ്ടായിരുന്നു പോയിരുന്നത്. ഒപ്പം ഈ വിജയകുമാറിന്റെ 2 മൊബൈൽ ഫോണുകളും പ്രതി കൊണ്ടുപോയിരുന്നു. ഇതൊക്കെ സമീപത്തെ തോടുകളിൽ ഉപേക്ഷിക്കുക എന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ വീണ്ടെടുക്കാനായിട്ട് പോലീസിന് സാധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ മുൻവൈരാഗ്യം പ്രതിക്ക് ഉണ്ടാകാൻ കാരണം പ്രധാനമായിട്ടും ഇവരുടെ മുൻ ജീവനക്കാരനായിരുന്നു ഈ അമിത് ഉറാങ്. ആ സമയത്ത് ഈ പണം മോഷ്ടിച്ച അല്ലെങ്കിൽ വിജയകുമാറിന്റെ മൊബൈൽ ഫോൺ ഇയാൾ മോഷ്ടിക്കുകയും അതിനുശേഷം ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഏകദേശം 2.5 ലക്ഷം രൂപയോളം ഓൺലൈനിലൂടെ തട്ടിപ്പ് നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസിൽ വിജയകുമാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ അമിത് ഉറാങ്ങിനെ പോലീസ് റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ 5.5 മാസത്തോളം ആ കേസുമായി ബന്ധപ്പെട്ട് അമിത്തിന് റിമാൻഡിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അമിത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ സമയത്ത് ഗർഭം അലസി പോവുകയും അതിനുശേഷം ഭാര്യ അമിത്തിനെ ഉപേക്ഷിച്ച് പോകുന്ന സംഭവമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ മോഷ്ടിച്ച തട്ടിപ്പ് നടത്തിയ പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും പരാതി പിൻവലിക്കാൻ വിജയകുമാർ അന്ന് തയ്യാറായിരുന്നില്ല. ഇതൊക്കെയാണ് ഈ പ്രതി അമിത്തിന് വിജയകുമാറിനോട് പക തോന്നാൻ കാരണമായിട്ട് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ജയിലിൽ നിന്ന് ഇറങ്ങി ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് അമിത് ഇത്തരത്തിൽ കോട്ടയത്തെത്തി കൊലപാതകം ആസൂത്രണം ചെയ്തത്. കോട്ടയത്ത് തന്നെ ഒരു ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഈ വീട്ടിലെത്തി ഇരുവരെയും കൊലപ്പെടുത്തുകയായിരുന്നു. വീടിന് സമീപത്തുണ്ടായിരുന്ന ഒരു കോടാലി ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ചായിരുന്നു വിജയകുമാറിനെയും മീരയെയും അമിത് കൊലപ്പെടുത്തുകയുണ്ടായത്. ആ കോടാലിയും പോലീസിന് കണ്ടെടുക്കാനായിട്ട് അന്ന് തന്നെ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വളരെ കൃത്യതയോടുകൂടി തന്നെ പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രതിയെ പിടികൂടി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും 74 ദിവസങ്ങൾക്ക് ശേഷം ആ കേസിൽ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രതി ഒരാൾ മാത്രമേ ഉള്ളൂ, മറ്റു സഹായികളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കണ്ടെത്തലും പോലീസിന് ഇതിനോടനുബന്ധമായിട്ട് തെളിയിക്കാനായിട്ടുണ്ട്. ശരി ഗോകുൽ, കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പ്രതിയുടെ മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം എന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത്. വ്യവസായി വിജയകുമാറിനെയും ഭാര്യ മീര വിജയകുമാറിനെയും കൊന്ന കേസിൽ അസംകാരനായ അമിത് ഉറാങ്ങാണ് ഈ ഒരു കേസിൽ പ്രതി.